नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 76 സാൽവമോക്ഷം, പേജ് നമ്പർ 744. ഭഗവാൻ കൃഷ്ണൻ 16 അസ്ത്രങ്ങൾ കൊണ്ടു സാൽവനെ പ്രഹരിച്ചു. ശരവർഷം കൊണ്ടു അദ്ദേഹം ആകാശവിമാനത്തെ കീഴടക്കി. തെളിഞ്ഞ ആകാശത്തിൽ സൂര്യൻ സൂര്യപ്രകാശത്തിൻ്റെ എണ്ണമറ്റ തന്മാത്രകൾ കൊണ്ട് ആകാശത്തെ കീഴടക്കുന്നതുപോലെ കൃഷ്ണന്റെ വാമഭാഗത്തായി സാൽവൻ കഠിനമായ പ്രഹരമേൽപ്പിച്ചു. അതിൻ്റെ ഫലമായി തോളത്തു ധരിച്ചിരുന്ന ശാർങ്കം എന്ന വില്ല് ഭഗവാന്റെ കയ്യിൽ നിന്നു നിലം പതിച്ചു. വില്ല് വീണുപോയത് വാസ്തവത്തിൽ അത്ഭുതകരമായിരുന്നു. സാൽവനും കൃഷ്ണനുമായുള്ള യുദ്ധം കണ്ടു നിന്നിരുന്ന ദേവന്മാരെ പോലെയുള്ള മഹാവ്യക്തികൾ ഇതു കണ്ടു പര്യാകുലരായി അയ്യയ്യോ എന്നു വിളിച്ചു തുടങ്ങി. താൻ വിജയം വരിച്ചിരിക്കുന്നതായി സാൽവൻ കരുതി. അലറുന്ന ശബ്ദത്തിൽ അയാൾ കൃഷ്ണനോട് പറഞ്ഞു, എടാ തെമ്മാടി കൃഷ്ണ, നീ രുക്മിണിയെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വച്ച് ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയി. എൻ്റെ സുഹൃത്തായ ശിശുപാലനെ കബളിപ്പിച്ച് നീ രുക്മിണിയെ വിവാഹം കഴിച്ചു. യുധിഷ്ഠിരൻ്റെ രാജസൂയ യാഗത്തിൻ്റെ മഹാസമ്മേളനത്തിൽ വച്ച് എൻ്റെ സുഹൃത്ത് ശിശുപാലൻ അല്പം അശ്രദ്ധനായിരുന്നപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ നീ അവസരം കണ്ടെത്തി. നീ ഒരു മഹായോദ്ധാവാണെന്നും ആർക്കും നിന്നെ കീഴടക്കാനാവില്ലെന്നും എല്ലാവരും കരുതുന്നു. അതിനാൽ ഇപ്പോൾ നിനക്കു നിന്റെ ശക്തി തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും നീ എൻ്റെ മുമ്പിൽ തന്നെ നിന്നാൽ ഒരിക്കലും മടങ്ങി വരാനാവാത്ത ഒരു സ്ഥലത്തേക്ക് എൻ്റെ നിശിതമായ അസ്ത്രങ്ങൾ കൊണ്ടു ഞാൻ നിന്നെ പറഞ്ഞയക്കും. ഇതിനു മറുപടിയായി ഭഗവാൻ പറഞ്ഞു, ഏഭ്യനായ സാൽവ, നീ വിഡ്ഢിത്തം എഴുന്നള്ളിക്കുകയാണ്. നിന്റെ തലയ്ക്കു മുകളിൽ മരണത്തിൻ്റെ നിമിഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നു നീ അറിയുന്നില്ല. യഥാർത്ഥ വീരന്മാർ ഏറെ ജൽപ്പിക്കാറില്ല. അവർ ധീരപ്രവൃത്തികളിലൂടെ തങ്ങളുടെ പൗരുഷം പ്രകടിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞു വർദ്ധിച്ച കോപത്തോടെ ഭഗവാൻ കൃഷ്ണൻ അവൻ്റെ തോളെല്ലിൽ ശക്തിയായി പ്രഹരിച്ചു. അതിൻ്റെ ഫലമായി അവന് ആന്തരികമായി രക്തസ്രാവമുണ്ടായി. കഠിനമായ ശൈത്യം കൊണ്ടു തകരാൻ പോകുന്നതുപോലെ അവൻ കിടുകിടെ വിറച്ചു തുടങ്ങി. വീണ്ടും കൃഷ്ണന് പ്രഹരിക്കാൻ കഴിയുന്നതിനു മുമ്പ് അവൻ്റെ നിഗൂഢ ശക്തിയുടെ സഹായത്താൽ സാൽവൻ അദൃശ്യനായി ഭവിച്ചു.
ഏതാനും നിമിഷങ്ങൾക്കകം നിഗൂഢത നിറഞ്ഞ ഒരജ്ഞാത മനുഷ്യൻ കൃഷ്ണന്റെ മുന്നിലെത്തി. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ പാദപദ്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, അങ്ങയുടെ പിതാവായ വസുദേവരുടെ പ്രിയപ്പെട്ട പുത്രനാകയാൽ അങ്ങയുടെ പിതാവിനെ സാൽവൻ ബന്ധിച്ചു കൊണ്ടുപോയ ഭാഗ്യം കെട്ട വാർത്ത അങ്ങയെ അറിയിക്കാൻ അവിടുത്തെ അമ്മ പറഞ്ഞയച്ച ആളാണു ഞാൻ. കശാപ്പുകാരൻ നിഷ്കരുണം ഒരു മൃഗത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പോലെയാണു സാൽവൻ അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ നിർഭാഗ്യകരമായ വാർത്ത കേട്ട് ഒരു സാധാരണ മനുഷ്യനെപ്പോലെ അദ്ദേഹം ഒട്ടൊന്നു ആകുലചിത്തനായി. ആ മുഖത്ത് ദുഃഖത്തിൻ്റെ ചിഹ്നങ്ങൾ തെളിഞ്ഞു. ദയനീയ സ്വരത്തിൽ അദ്ദേഹം കരയാൻ തുടങ്ങി. ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ അവിടെയുണ്ട്. ബലരാമനെ കീഴടക്കാൻ ആർക്കും സാധ്യമല്ല. ദ്വാരകാപുരിയുടെ ചുമതല അദ്ദേഹത്തിനാണ്. അദ്ദേഹം സദാ ജാഗരൂകനാണെന്ന് എനിക്കറിയാം. പിന്നെങ്ങനെയാണ് സാൽവന് നഗരത്തിൽ കടന്നു എൻ്റെ പിതാവിനെ ബന്ധിക്കാനാകുന്നത്? എന്തുതന്നെയായാലും സാൽവന്റെ ശക്തിക്കു പരിമിതിയുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ എൻ്റെ പിതാവിനെ തട്ടിക്കൊണ്ടുപോകാൻ അവനെങ്ങനെ സാധിക്കും? കഷ്ടം. എന്തൊക്കെയായാലും വിധി തന്നെ സർവാധികാരി. ഹരേ കൃഷ്ണ.